ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു പുതിയ ഫ്ലേവർ ആട്ടോ ചെയ്യുന്നത്. വാനില കസ്റ്റേർഡ് ബെറി കേക്ക് ആണ്. ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു ഫ്ലേവർ ചെയ്യുന്ന വാനില കേക്കിൻ്റെ അകത്ത് കസ്റ്റേർഡ് ഫില്ലിങ്ങും ബെറി ഫില്ലിങ്ങും ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേക്കിന്റെ വെയിറ്റ് വരുന്നത് 2.5 kgs ആണ് കേട്ടോ. ഈ കേക്കിന്റെ സൈഡിൽ നമ്മൾ ഫിംഗർ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സെയിം ബിസ്ക്കറ്റാണ് നമ്മൾ ടിറമിസൂലും യൂസ് ചെയ്യുന്നത്. ഈ കേക്കിന്റെ മുകളിൽ നമ്മൾ വീണ്ടും കസ്റ്റേർഡും ബെറീസും വെച്ചിട്ടാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നമ്മൾ ഫ്രഷ് ബ്ലൂബെറിയും സ്ട്രോബെറിയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രഷ് ബെറീസ് ഒക്കെ ടോപ്പ് ചെയ്തിട്ടുള്ള കേക്ക് കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള സ്ട്രോബെറീസ് ആണ് മിക്ക സമയം കിട്ടാറ്. ഈ കാര്യം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. ഇതിന്റെ ഇടയിൽ നമ്മൾ ബ്രൗണീസും ബ്ലോണ്ടീസും ഒക്കെ ബേക്ക് ചെയ്യാൻ വെച്ചതായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബാപ്റ്റിസം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാനില കേക്ക് ചോക്ലേറ്റ് ആൻഡ് കാരമൽ ഫില്ലിംഗ് ആണ് വരുന്നത്. പിന്നെ സ്വിഗ്ഗിക്ക് വേണ്ടിയിട്ട് ബ്രൗണീസ് ഒക്കെ കട്ട് ചെയ്തു കൊറിയർ ഒക്കെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഫോണ്ടൻ വർക്ക് ആയിരുന്നു. ഒരു ക്യൂട്ട് ബാപ്റ്റിസം കേക്ക് ആയിരുന്നു കേട്ടോ ഇന്ന് ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് റെഫറൻസ് അയച്ച ഫോട്ടോയിൽ ഗ്രീൻ ആയിരുന്നു കേട്ടോ കളർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബേബീന്റെ ഡ്രസ്സ് ബ്രൗൺ ആൻഡ് ക്രീം ആയതുകൊണ്ട് ആ ഒരു തീമിൽ ചെയ്താൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാനില കേക്കിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന ഈ ഒരു ഫ്ലേവറിനാണ്. ഞാൻ പറഞ്ഞില്ലേ ക്യൂട്ട് കേക്കാണ് ചെയ്യുന്നതെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ക്യൂട്ട് ഏഞ്ചൽസ് കേക്കിന്റെ മുകളിൽ വെക്കുന്നത്. എന്റെ അമ്മ കേട്ടോ എന്റെ എല്ലാ ഫോണ്ടൻ വർക്ക്സും ചെയ്ത് തരുന്നത്. വെറുതെ ഒന്നുമല്ല, എന്റെ പെയ്ഡ് ഫോണ്ടന്റ് ആർട്ടിസ്റ്റ് ആണ് അമ്മ. അപ്പൊ ഇതാണ് കേട്ടോ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ അടുത്ത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നു ഇത്.